ഇപ്പോൾ രാത്രിയാണ് കേട്ടോ. രാത്രിയിൽ ഞങ്ങൾ ഒലയ സ്ട്രീറ്റിലേക്ക് പോവാണ്. അപ്പോൾ ഒലയ സ്ട്രീറ്റ് എത്തുന്നതിന് മുന്നേ ഉള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. നോക്കിയാൽ വലിയ ടവറുകളിലൊക്കെ നോക്കിയാൽ നല്ല ലൈറ്റ് അറേഞ്ച് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒലയ സ്ട്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാദിലെ ഒരു പ്രമുഖ സ്ട്രീറ്റാണ്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അത് പക്ഷേങ്കിലും അതിഭയങ്കരമായ തിരക്ക്, അതായത് നല്ല ട്രാഫിക് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്നത് റിയാദ് ടവറാണ്. ആ മുന്നിൽ കാണുന്നത് അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് വേറെയും ടവറുകളുണ്ട്. പക്ഷേ എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല അത് ഏത് ടവറാണെന്ന് എനിക്ക് അറിയില്ല. ഇനി ആരോടെങ്കിലും ചോദിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ഇനി നമ്മൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒലയ സ്ട്രീറ്റിലേക്ക് ഇത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് യൂ ടേൺ അടിച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒലയ സ്ട്രീറ്റായി. ഒന്നിനൊന്ന് മെച്ചമായിട്ട് ഇങ്ങനെ ടവറുകൾ പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാത്രിയിൽ ഇന്ന് നമ്മൾ ഒലയ സ്ട്രീറ്റിലെ വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ട്രാവൽ ടെക്കിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ കാണുന്നതൊക്കെ ഒലയ സ്ട്രീറ്റ് ആണ് കേട്ടോ. ഇവിടെ ഏറ്റവും കൂടുതൽ റെസ്റ്റോറൻ്റ് ആണ്. നിങ്ങൾ നോക്കിയാൽ 4 സൈഡിലെ റെസ്റ്റോറൻ്റ് നോക്കിയാൽ ഏതൊക്കെ റെസ്റ്റോറൻറ്റ് ഇവിടെ ഇല്ല എന്ന് മാത്രം എല്ലായിടത്തും റെസ്റ്റോറൻറ്റ്. മലയാളി റെസ്റ്റോറൻറ്റുകളൊന്നും കാണുന്നില്ല, പക്ഷെ എല്ലാ അറബിക് റെസ്റ്റോറൻറ്റുകളും കുറവുമില്ല. എല്ലാവിധ ഫുഡും ഈ ഏരിയയിൽ കിട്ടുന്നുണ്ട് കേട്ടോ. ഇവിടെ ദുബൈയിലൊക്കെ പല റെസ്റ്റോറൻറ്റുകളും ഇവിടെയുണ്ട്. പക്ഷേ ഈ ഷവർമ ഹൗസ് ഒക്കെ ദുബൈയിലൊന്നും ഇല്ല ഇപ്പോൾ. അതാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കരാട്ടെ ഉണ്ട് കേട്ടോ. കരാട്ടെ ഹൗസാണ്. കരാട്ടെ ഉള്ളതാണ്. കരാട്ടയുടെ സാധനം വയ്ക്കുന്നതെന്ന് അറിയില്ല. ഇവിടെയാണ് മെട്രോ സ്റ്റേഷൻ. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അത്ര വലിയ സ്റ്റേഷൻ അല്ല, ഒരു ചെറിയ മെട്രോ സ്റ്റേഷനാണ്. പക്ഷെ അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനാണ് ഇവിടെ ഒലയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒലയ സ്ട്രീറ്റിൽ നിന്ന് നോർത്തിലോട്ട് പോകുമ്പോഴാണ് മെട്രോ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് മേളിലേക്ക് വരുന്നത്. അതുവരെയ്ക്ക് അണ്ടർഗ്രൗണ്ടിൽ കൂടെ ഓടുന്നു. ഇവിടെ ഇപ്പം സ്റ്റെയർ കേസ് മാത്രമേ മേളിലേക്ക് കാണുന്നുള്ളൂ മെട്രോ സ്റ്റേഷൻ. അപ്പോൾ സ്റ്റേഷൻ അണ്ടർഗ്രൗണ്ടിലാണ്. അപ്പം നമ്മൾ ഇപ്പം ഇവിടെ ഓപ്പൺ ചെയ്തിട്ടില്ല. ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ പോയിട്ട് അവിടുത്തെ ഒരു റിവ്യൂ ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിച്ചു തന്നേനായിരുന്നു. ഇപ്പോൾ റിവ്യൂ കാണിക്കാൻ പറ്റില്ല കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം തന്നെ മെട്രോ സ്റ്റാർട്ടാവുമെന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പോൾ ട്രയൽ റണ്ണിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഒത്തിരി നേരത്തെ കണ്ടതേ ഉള്ളൂ. ട്രയൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് മെട്രോ. അതാണ് കരാട്ടെ ഹൗസ് കേട്ടോ. കരാട്ടെ ഹൗസാണെന്ന് പറയുന്നത്. ഇവിടെ കരാട്ട പഠിച്ചിട്ട് എന്നറിയില്ല. ഇമാദൽ മൽക്കി എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് അവിടെ. അതാണ് കരാട്ടെ ഹൗസ് കേട്ടോ. പിന്നെ ഈ സൈഡിൽ കാണുന്നത് മൊത്തം ട്രാവൽ ഏജൻസികളാണ്. മൊത്തം ട്രാവൽ ഏജൻസി. ഏതൊക്കെ കമ്പനിയുടെ ട്രാവൽ ഏജൻസി കേട്ടോ. പിന്നെ പറയുന്നത് ഒരു കാറുകളുടെ ഷോറൂമാണ് കേട്ടോ. കാറുകളുടെ ഷോറൂമെല്ലാം എന്തായാലും രാത്രിയുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കുന്നതും അതുപോലെ തന്നെ കാണിക്കുന്നതും കേട്ടോ. ആണ് ഒലയ സ്ട്രീറ്റിലെ മെട്രോ സ്റ്റേഷനിലുള്ളത്. മെട്രോ സ്റ്റേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു. മെട്രോ സ്റ്റേഷൻ അണ്ടർഗ്രൗണ്ട് ആണ്. ഇപ്പം ഈ കാണുന്നത് 2 സൈഡിലും സ്റ്റെയർ കേസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ലിഫ്റ്റും അതും ഇതുമൊക്കെയാണ്. മേളിലേക്ക് കയറി വരാനും താഴേക്ക് പോകാനുമുള്ള സ്റ്റെയറും ഒക്കെയാണ് ഇവിടെ കാണുന്നത്. ലിഫ്റ്റും ഒക്കെ
ഈ റോഡിന്റെ രണ്ട് സൈഡിലും ഉണ്ട്, ലെഫ്റ്റും റൈറ്റിലും ഉണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ അതുപോലെ മൊത്തം 4 സ്റ്റെയറും 4 ലിഫ്റ്റുമാണുള്ളത്. അതിൽ 2 എൻട്രി 2 എക്സിറ്റ്. അപ്പോൾ റോഡിന്റെ 2 സൈഡിലുണ്ട്. ഞാൻ കാണിക്കാം കേട്ടോ. ഞാൻ അവിടെ കണ്ടോ, അത് കഴിഞ്ഞിട്ട് ഇവിടെ മാക്ഡൊണാൾഡ്സിനോട് ചേർന്ന് ഈ റോഡിന്റെ സൈഡിൽ 2 എൻട്രികളും ഉണ്ട് കേട്ടോ. ഒരു ലിഫ്റ്റ് മാത്രമുണ്ട്. ഈ കാണുന്നത് ഒരു ലിഫ്റ്റാണ് കേട്ടോ. ഇത് എൻട്രിയോ അല്ലെങ്കിൽ എക്സിറ്റോ ആണെന്ന് തോന്നുന്നു. ഈ കാണുന്നത് ഒരെണ്ണം. അതുപോലെ ഈ കാണുന്നതാണ് അണ്ടർഗ്രൗണ്ടിൽ നിന്ന് മേലിലേക്ക് താഴേക്ക് വരാനുള്ള ഒരു വഴി കേട്ടോ. ഇത് എൻട്രി എക്സിറ്റ് ഉണ്ട് തന്നെ കേട്ടോ. ഈ കാണുന്നത് എൻട്രി ഉണ്ട്, എക്സിറ്റ് ഉണ്ട്. ഇതാണ് കേട്ടോ മെട്രോ സ്റ്റേഷന്റെ എൻട്രിയും എക്സിറ്റും. ഈ മെട്രോ സ്റ്റേഷന്റെ എൻട്രിയും എക്സിറ്റും ഞാൻ കാണിച്ചു. ഓരോന്നിനകത്തും താഴേക്കൊരു എൻട്രിയും അവിടുന്ന് എക്സിറ്റും ഉണ്ട് കേട്ടോ. 4 സൈഡിലും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോൾ അവിടെ ഒരു വർക്കർ ഉണ്ടായിരുന്നു. വീഡിയോ എടുക്കാൻ പാടില്ല, ഡിസംബറിൽ ഓപ്പൺ ആവും എന്നാണ് പറഞ്ഞത്. അപ്പം വർക്ക് പൂർണ്ണമായിട്ടും തീർന്നിട്ടില്ല. ഒന്ന് അണ്ടർഗ്രൗണ്ടിൽ സ്റ്റേഷന്റെ പണി തീർന്നു സാധ്യതയുണ്ട്. എക്സിറ്റില്ല, എൻട്രിന്റെ പണിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് ട്രെയിനിൽ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ അണ്ടർഗ്രൗണ്ടിൽ കൂടിയാണ് മെട്രോ പോകുന്നത്. അത് കാരണം ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റില്ല. കുറച്ചുകൂടി അപ്പുറത്തോട്ട് പോയാൽ, അതായത് ഒലയ നോർത്തിലേക്ക് പോകുമ്പോൾ അവിടെ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് വെളിയിലേക്ക് വരുന്നത് മെട്രോ. അപ്പം നമുക്ക് കാണാം. കുറച്ച് നേരത്തെ കണ്ടായിരുന്നു മെട്രോ. ഒലയ സ്ട്രീറ്റിലാണ്. ഇവിടുത്തെ വലിയ ടവർ ബിൽഡിങ്ങുകൾ നിങ്ങൾ കണ്ടല്ലോ. ഈ കാണുന്ന 8 ടവർ ബിൽഡിംഗ് ആണ്. ഇവിടെ ഒരു പുതിയ ടവർ ബിൽഡിംഗ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇത് അൽറാജിയുടെ ടവർ ബിൽഡിംഗ് ആണ് ഈ കാണുന്നത് കേട്ടോ. അൽറാജിയുടെ ടവർ ബിൽഡിംഗ് ആണ്. അതുപോലെ അതിന്റെ അപ്പുറത്തൊരു ടവർ ബിൽഡിംഗ് ഉണ്ട്. അതേതാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിന്റെ മേളുടെ അൽറാജി എന്ന് എഴുതി വെച്ചിരിക്കണോണ്ട് അത് അൽറാജിയുടെ ആട് എന്ന് എനിക്ക് മനസ്സിലായി. ഇനിയിപ്പോ രാത്രിയിൽ ഇപ്പൊ ഇവിടെ തിരക്ക് കുറഞ്ഞു കേട്ടോ. ഇവിടെ നേരത്തെ നല്ല തിരക്കായിരുന്നു. ഇത് റിയാദ് ഗാലറി മോളാണ്. ഇപ്പൊ എന്തായാലും നമുക്കിനി കുറച്ചും കൂടി നമ്മള് ഒലയ സ്ട്രീറ്റ് കാണാനുണ്ട്. അതും കൂടി കണ്ടിട്ട് നമ്മളിന്ന് ഇവിടെ നിന്ന് യാത്ര തിരിക്കും കേട്ടോ. ഭയങ്കര പ്രകാശമാണ്, നല്ല പ്രകാശമുണ്ട്. ഇത് സൗദി അറേബ്യയിലെ വൺ ഓഫ് ദ ബിഗ് ബിൽഡിംഗ് ആണ്. സൗദി നാഷണൽ ബാങ്കും അതുപോലെ റിയാദ് ബാങ്കും പ്രവർത്തിക്കുന്ന അതിലാണ് കേട്ടോ. ഇത് നോക്കി, ഇത് ഇവിടെ നിന്ന് താഴേന്ന് നോക്കിയ മേളറ്റം വരെ ഒരു വലിയൊരു ബിൽഡിംഗ് ആണ് കേട്ടോ. സൂപ്പർ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ബിൽഡിംഗ്. രാത്രി ലൈറ്റൊക്കെ ഇട്ടപ്പം കാണാൻ അടിപൊളി കേട്ടോ. അല്ല, കാറ് വാങ്ങിക്കാൻ തീരുമാനിച്ച് അങ്ങനെ കാറ് നോക്കി നടക്കുകയാണ്. ഇങ്ങനെ എല്ലാ കാറിന്റെയും ഷോറൂം ഇവിടെയാണ്, എക്സ്പെൻസീവ് കാറുകളുടെ ഷോറൂം കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ മോന് ഇപ്പോൾ വണ്ടി വേണമെന്നുള്ള വലിയൊരു തീരുമാനത്തിലെത്തി. അങ്ങനെ ഞങ്ങൾ ആദ്യം പോർഷെ നോക്കാൻ പോയി. പോർഷെ എടുത്തില്ല. ഇപ്പോൾ അടുത്തായിട്ട് ഔഡിയിൽ വന്നു. ഔഡി നോക്കാം. ഔഡിയും അവന് ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും ഔഡിയും എടുത്തില്ല. ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ ഫെറാരി ഉണ്ട്. ഫെറാരി ചിലപ്പോൾ ഇനി അയാൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. ചിലപ്പം ഫെറാരി വാങ്ങിയെന്നിരിക്കും. എന്നിരുന്നാലും ഞങ്ങൾ ഫെറാറി വാങ്ങാൻ തീരുമാനിച്ചേട്ടാ. അതായത് ഇവിടെ ഫെറാറി ഷോറൂമിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്.
ഈ ഫ്രണ്ടിൽ കിടക്കുന്ന ഫെറാരിയൊക്കെ കണ്ട് എൻ്റെ മോനിങ്ങനെ ആകാംക്ഷയോടുകൂടി ഇത് എടുക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. ഇതേ ചെറിയ കുറഞ്ഞ കാറുകളാട്ടോ ഈ ഫെറാരിയൊക്കെ, വളരെ വില കുറഞ്ഞ കാറുകളാണ്. ഇനി അടുത്തത് ഞങ്ങൾ ഫോക്സ് വാഗൻ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവാണ്. ഫെറാരി നോക്കിക്കഴിഞ്ഞു, അടുത്ത ഫോക്സ് വാഗൻ നോക്കാനുള്ള ശ്രമമാണ് കേട്ടോ. ഫോക്സ് വാഗൻ ഇവിടെ ഫോക്സ് വാഗൻ്റെ ഷോറൂമാണ്. ചിലപ്പം ഫോക്സ് വാഗൻ വാങ്ങിക്കാൻ സാധ്യതയുണ്ട്, പറയാൻ പറ്റില്ല കേട്ടോ. ഇനി അയാളുടെ ഇഷ്ടമാണ്, അയാൾ എന്ത് തീരുമാനിക്കുക അതാണ് വാങ്ങിക്കാൻ പോകുന്നത്. കുട്ടികളല്ലേ, അവർ തീരുമാനിക്കുന്നത് നമുക്ക് വാങ്ങിച്ചല്ലേ പറ്റുള്ളൂ. എന്തായാലും എൻ്റെ നെഞ്ചടി തുടങ്ങിയിട്ടുണ്ട്. ഇനി വോക്സ് വാഗൻ എങ്ങാനും ചൂസ് ചെയ്താൽ പിന്നെ അത് വാങ്ങേണ്ടി വരും. എന്തായാലും വോക്സ് വാഗൻ്റെ അവിടെ നിന്നും വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെവിടെ ജെൻസിസ് അത് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഇപ്പം അതാണെന്നുള്ളത് അറിയില്ല ഉറപ്പായിട്ടും. ജെൻസിസിൻ്റെ അതുവഴി ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ജെൻസിസ് കഴിഞ്ഞ് ഇവിടെ സൗദി മെയ്ഡ് കാറുണ്ട്, അതായത് ലൂസിഡ്. ഇത് ലൂസിഡ് നമ്മുടെ ദമാമിലും കോബാറിലും ഒന്നും ഷോറൂം ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെ അതാണ് സൗദി മെയ്ഡ് കാറാണ് കേട്ടോ, ലൂസിഡ്. അപ്പോൾ പുള്ളി അതിൻ്റെ വീഡിയോ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുകയാണ്. അടിപൊളി കാറ്. ഓക്കെ, ആ വാ സൂപ്പർ. അതിൻ്റെ റൂഫൊന്നും ഇല്ലാത്ത വെറും ചെയ്സ് മാത്രം അവിടെ കിടപ്പുണ്ട് കേട്ടോ. അതെന്താണെന്ന് അറിയില്ല. ഇനിയിപ്പോൾ എന്തായാലും ഒരു 2 ഷോറൂമും കൂടി ഇനി ബാലൻസ് ഉള്ളൂ. അതും കൂടെ ആകുമ്പോഴത്തേക്കും പുള്ളി കാറ് വാങ്ങിച്ചു കഴിയും. എന്താ ലംബോർഗിനി വരെ എത്തിയിട്ടുണ്ട്. ലംബോർഗിനിയുടെ മുന്നിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ലംബോർഗിനി വാങ്ങിക്കാൻ സാധ്യതയുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ നെഞ്ചിടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ബെന്റിലിയിൽ എത്തിയിട്ടുണ്ട്, യൂസഫ് അലിയുടെ കാറ്. ഇനി അത് കാണാൻ വേണമെന്ന് പറയുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ലംബോർഗിനിയുടെ അടുത്ത്